നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ഐഡിയ നാളെ തുടങ്ങി മറ്റന്നാൾ പൈസ കിട്ടി യൂണിക്കോൺ ആകാൻ അത്രയും പെട്ടെന്ന് നടക്കത്തില്ല. ഇൻവെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് 2 വർഷം ശമ്പളം ഇല്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു 16 വർഷമായിട്ട് ഓൺട്രപ്രണറാണ്. കേരളം പൊതുവേ ഒരു ഇൻവെസ്റ്റി ബിസിനസ് കൾച്ചറിലല്ല നമ്മൾ ജനിച്ചു വളർന്നത്. നമ്മളെല്ലാം ജോലി ചെയ്ത് എല്ലാവരും മിഡിൽ ഈസ്റ്റിൽ പോയി, ഗൾഫിൽ പോയി ഉണ്ടല്ലോ, കുറച്ച് പൈസ ഉണ്ടാക്കി തിരിച്ചു വന്ന് ആ ഒരു കൾച്ചറാണ് പൊതുവേ. ഞാനൊക്കെ IIT പഠിച്ച് തിരിച്ച് US തിരിച്ച് വന്നപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ, എന്ത് പറ്റി ഈ ബിസിനസ് തുടങ്ങാൻ, റൈറ്റ്? സോ ദിസ് ആ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് നമ്മുടെ എല്ലാവരും പൊതുവേ നമുക്ക് നാട്ടിലുണ്ട്. അത് പതുക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ലീഡർഷിപ്പിൽ ഒത്തിരി കാര്യങ്ങളും പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആദ്യം ഫണ്ടിങ് ഒരു 10 ലക്ഷം 12 ലക്ഷം തന്നപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു 6 മാസം ശമ്പളം ഇല്ലാതെ നമുക്ക് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻവെസ്റ്റർ വന്നു. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു $2.5-3 million റേസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ പക്ഷേ ഇത് സമയമെടുക്കും. ഇൻവെസ്റ്റർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ഐഡിയ നാളെ തുടങ്ങി മറ്റന്നാൾ പൈസ കിട്ടി യൂണിക്കോൺ ആകാൻ അത്രയും പെട്ടെന്ന് നടക്കത്തില്ല. ഒത്തിരി സമയമെടുക്കും. അത് സ്റ്റാർട്ടപ്സിന് മേ ബി യു ക്യാൻ കംപ്രസ് ഒരു 6 മാസം 10 മാസം എടുക്കും. പക്ഷേ ആ ഒരു ടൈം പീരീഡിലുള്ള സംഭവം നമ്മൾ തന്നെ സ്വന്തമായിട്ട് കണ്ടെത്തി നമ്മൾ തന്നെ. അപ്പം എനിക്ക് ആദ്യം ജോലി ചെയ്യേണ്ടി വന്നു, വേറെ ജോലി ചെയ്യേണ്ടി വന്നു, കൺസൾട്ടിങ് ചെയ്യേണ്ടി വന്നു. അവിടുന്ന് പൈസ കിട്ടുന്നു. എനിക്ക് ശമ്പളമൊന്നും ഇല്ലായിരുന്നു. ഇൻവെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് 2 വർഷം ശമ്പളം ഇല്ലായിരുന്നു. ഇൻവെസ്റ്റേഴ്സ് മറ്റേ എംപ്ലോയീസിന് കൊടുക്കാനുള്ള ശമ്പളമുണ്ട്, പക്ഷേ ഫൗണ്ടേഴ്സിന് ശമ്പളമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ പണി ചെയ്ത് പൈസ ഉണ്ടാക്കി അത് പിന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത്. സോ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ജേർണിയാണ്. പക്ഷേ എല്ലാവർക്കും ഓരോരോ പാഷനുണ്ട്. ഞാനിപ്പോൾ ഒരു 16 വർഷമായിട്ട് ഓൺട്രപ്രണറാണ്.